പെട്ടെന്ന് സമയമായിക്കൊണ്ടിരിക്കണം. ഓർഡർ അടിച്ച് 10 മിനിറ്റ് ആവാറായി. ഇപ്പോഴത്തേക്ക് വിളി വന്നു സൊമാറ്റോന്ന്. താങ്കൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, പെട്ടെന്നാവട്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ ബൈ രാമ, കഥ അടച്ചേക്കോ. നമുക്ക് തന്നെ ഫസ്റ്റ് ഓർഡർ അടിച്ച് ലൊക്കേഷൻ പറഞ്ഞാൽ കലപ്പാക്കച്ചിലാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരം പോലും ഇല്ല, അടുത്ത് തന്നെ. നേരെ ഇറങ്ങി മോളോട് ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ മുടവൻമുകളെത്തും. അവിടെ നിന്ന് 500 മീറ്റർ ദൂരമേ ഉള്ളൂ. എല്ലാം അവിടെ ഒരു 3/4 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും. എത്ര അല്ലേ? മണി ഇപ്പോൾ കറക്റ്റ് 6:30 മണിയായി. ചിലപ്പോൾ ഈ ഓർഡർ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ വീട്ടിൽ ഇറങ്ങിയപ്പോൾ ഡിലേ ആയി പോയി. സത്യം പറഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്യും മുമ്പ് വരെ ബ്ലോഗ് ചെയ്യാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഇന്ന് വേണ്ടെന്ന് പറഞ്ഞ് ഇതാണ് പെട്ടെന്ന് ഇൻട്രസ്റ്റ് തോന്നി. എന്താ സംഭവം മനസ്സിലാവുള്ളൂ. ഇങ്ങനെ മൈൻഡിനകത്ത് പെട്ടെന്ന് ഇൻട്രസ്റ്റ് വരും, പെട്ടെന്ന് ഇൻട്രസ്റ്റ് പോകും. അതാണ് നമ്മളെ മൈൻഡ് സെറ്റ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാൽ ഒരു വ്യക്തിക്കുള്ളിൽ വ്യത്യസ്ത സ്വഭാവമുള്ള പലരും ഉള്ളതുപോലെ. അതൊക്കെ റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്. 0417 ഇതിനാ. ആദ്യം ഒന്ന് ഗ്ലൗസ് ഇടണം, കൈക്കില്ലെങ്കിൽ ശരിയാവില്ല. ഗ്ലൗസ് കിട്ടാൽ നമുക്ക് ഈ റൈഡിങ്ങിൻ്റെ വൈബ് കിട്ടുള്ളൂ. ഓക്കെ പോന്നാ. ഓക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പൂഴിക്കുന്നാണ്. ഇവിടെ കറക്റ്റ് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു പുതിയ റൂട്ട് കാണിക്കുകയാണ്, അതുവഴി പോയി നോക്കാം. നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന വഴിക്ക് തിരിച്ച് പോകാം. പോകുന്ന വഴിക്ക് ഒരു പാലം ഉണ്ടെന്ന് കാണിക്കുകയാണ്, 6 കടക്കാൻ വേണ്ടിയിട്ട്. 6 കടക്കാൻ പറ്റില്ല, ഇറങ്ങി അറിഞ്ഞൂടാ. ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ ഒരു കണ്ടന്റ് അല്ലേ, എന്തിനും മിസ്സാക്കണം അല്ലേ. വഴി തെറ്റിയാൽ കണ്ടന്റ്, വഴി തെറ്റാതെ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഒരു പുതിയ റൂട്ടിൽ കൂടെ പുതിയ എക്സ്പീരിയൻസ്. വേറെ വിഷയങ്ങളൊന്നും ഇല്ല അല്ലേ സുധീഷ്? അത്രേ ഉള്ളൂ അല്ല ബൈസൺ? പറ. വേറെ വിഷയങ്ങളൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഞാൻ വണ്ടി ഓടണം, നിങ്ങളല്ലോ. ബൈസൺ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് ബൈസണിന് പെട്രോൾ കൂടുതൽ തരാം. എത്ര തരും? ഒരു 1.5 ലിറ്റർ. നീ തുപ്പടാ, നീ തുപ്പിക്കോ. സ്ഥിരം അടിക്കണത് 1 ലിറ്ററാണ്, മനസ്സിലായ? 1 ലിറ്റർ കൂടുതലല്ലേ? ഓക്കെ, നമ്മളെ മുടവൻമുളത്തിലുണ്ട്. സൗത്ത് ലൈൻ റോഡ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകേണ്ടത് റൈറ്റിലോട്ടാ. ബുദ്ധിഷ ഇപ്പം ഇങ്ങോട്ട് പോകണത് ഇവിടെ ലെഫ്റ്റാ. ഇങ്ങോട്ട് വല്ല വഴി ഉണ്ടാ? വലിയ കാര്യത്തിൽ പോകണം. ആ പാലം ഇട്ടിരിക്കുകയാണ് കേട്ടാ. ശരി തന്നെ സാറേ, എങ്കിൽ വിഷയമില്ല. നമുക്ക് സൂപ്പറായിട്ട് കയറിപ്പോയി വഴി. അപ്പം നമുക്ക് ഇനി പാപ്പനോട് പോകേണ്ട ആവശ്യമില്ല. പുഴിക്കൊന്ന് പോകണമെന്നുണ്ട് ഇതുവഴി കയറി പോയാൽ പോരെ അല്ലേ? വണ്ടി പോകാൻ മാത്രം നോക്കിയാൽ മതി, വേറെ വിഷയങ്ങളൊന്നുമില്ല. വണ്ടിയൊക്കെ പോകുന്നതാണ് തോന്നണത്. വണ്ടി എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ നമ്പർ നിൽക്കണമല്ലോ, നമ്മൾ ഓടിക്കാമെന്തോ. എന്തിനാണ് ഇങ്ങനെ രണ്ടെണ്ണം ചേർന്ന്? ഭാര്യയും ഭർത്താവാ? ഒന്നും ചെയ്യല്ലേ നമ്മളൊന്ന്. സുധീഷേ വഴി ഉണ്ടാ നോക്ക് സുധീഷേ. വഴി തനി വഴിയെ കൊണ്ട് വാ. സൂപ്പർ, അത്രേ ഉള്ളൂ. സിമ്പിൾ ഓഫ് ദ മാറ്റർ ഓഫ് ദ. കൊള്ളാം കേട്ടോ ഏരിയ, അടിപൊളി. ഫോറസ്റ്റ് കംപ്ലീറ്റ് നോക്കോട്ട്. വാവ്, ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഒരു ഹൊറർ വൈബാണല്ലോ. ലൈറ്റ് ഓഫ് ആണ്, ഓൺ ആവണ്. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത്. ട്രിവാൻഡ്രത്ത് എവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഈ ലൊക്കേഷനിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഏത് റൂട്ട്? ഓ, ഈ റൂട്ട് ഇപ്പം മനസ്സിലായി. പിടികെട്ടി. ഇത് മറ്റാൾ ഇപ്പം കേട്ടോ പാപ്പനോട് പോയിട്ട് പോകണത്. ഇത് ഒരുപാട് ചുറ്റാണ്. ഇത് റൂട്ടും കുറച്ച് മോശമാണ്. മറ്റാകുമ്പോൾ ഒരു പാലം കയറി കടന്നാൽ മതി, പെട്ടെന്ന് എത്താൻ പറ്റും. ഓക്കെ, നമ്മളങ്ങനെ ഒരുപാട് ചുറ്റിക്കിറങ്ങി ഇതാ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് വണ്ടി പോകില്ലല്ലേ? അതാണ് ഇതുവഴി കാണിച്ചേക്കണത്. അതെങ്ങനെ വണ്ടി പോകാതിരിക്കും? ഓ മൈ ഗോഡ്, ഇതെന്താണ് പ്രശ്നം ഇവിടെ? റോഡില്ല കണ്ടാ? ഓ, ആ പാലം കടന്ന് പോകണമെങ്കിൽ നമ്മൾ ഇതുവഴി തന്നെ പോകണം. പക്ഷേ അതുവഴി അവിടെ റോഡ് പണി നടക്കുകയാണ്. റോഡല്ല, റെയിൽവേ വർക്ക് നടക്കുകയാണ്. അത് വഴി. അപ്പം ഇത് മറ്റേ വഴി, സൈഡിൽ കൂടെ പോകണ റോഡ്. ഇപ്പോൾ പൂഴിക്കുന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന വഴീനെ കറക്റ്റ് അല്ലേ? കുറച്ച് കറങ്ങി വരണമെന്നേ ഉള്ളൂ, വിഷയമില്ല. പാലം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ തിരിച്ചതിന് പാപ്പനങ്ങോട്ട് പോകും, അതല്ലേ വിഷയം. റോസാപ്പൂ ചിന്ന റോസാപ്പൂ റോസാപ്പൂ. ഓക്കെ, വി ഹാവ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. ഇവിടെ തന്നെ വണ്ടി നിർത്ത്. അതിൻ്റെ പുറം പോവല്ലേ? മാപ്പ് അപ്പുറത്ത് കാണിച്ചായി. ഇവിടെ അല്ലല്ലോ, അവിടെയാണ്. ഓക്കെ ഓർഡർ ഡെലിവേർഡ്. ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ സുധീഷ പറ? പാപ്പന കൊണ്ട് പോകാൻ പറ്റില്ല. എന്തായാലും നമുക്ക് റൂട്ട് മാറ്റി പിടിച്ചാലോ? ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ഇറാനി റെസ്റ്റോറൻറ്റ് വെള്ളാണിയിലാണ്. മനസ്സെല്ലാം പന്തളിച്ച് ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് പാടിയാൽ നമുക്ക് പാട്ട് പാടാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല, പ്രിപ്പയറിംഗ് ആണ്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഓർഡർ 2387 ചപ്പാത്തി പൊറോട്ട ചിക്കൻ കറി ഹാഫ്. ഓക്കെ, രണ്ടാമത്തെ ഓർഡർ ഐശ്വര്യമായിട്ട് പിക്ഡ്. സിറ്റിക്കകത്ത് റെസ്റ്റോറൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പോകുന്നതോറും ഓരോ റെസ്റ്റോറൻറ്റ് തുറന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആയിട്ടൊക്കെ. അപ്പോൾ ആരും വീട്ടിലൊന്നും ആഹാരം ഉണ്ടാക്കുന്നില്ല, എല്ലാവരും വെളിയിൽ നിന്ന് കഴിക്കുകയാണ്. അതാണ് അർത്ഥം ഇതിൻ്റെ. ആഴ്ചയിൽ 4 ദിവസം വീട്ടിൽ ഉണ്ടാക്കും, 3 ദിവസം പുറത്തുനിന്ന് കഴിക്കും. പണ്ട് അങ്ങനെയല്ല. ഇനി അങ്ങോട്ട് പോകുന്നതോറും എല്ലാ ദിവസവും വെളിയിൽ നിന്ന് കഴിക്കുള്ളൂ. വീട്ടിൽ ഉണ്ടാക്കാനൊന്നുമില്ല ആഹാരമൊന്നും. ആ ലെവലിൽ പോകും മിക്കാറ്. ഇപ്പോഴേ ആയി തോന്നുന്നല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് മേലാങ്കോടാണ്. ഇവിടെ കറക്റ്റ് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. അതിന് മുമ്പായിട്ട് പെട്രോൾ അടിക്കണം. ആദ്യം പോയിട്ട് ഒരു 120 രൂപയ്ക്ക്. പൈസന് വിശപ്പ് തുടങ്ങി. അവിടെയാണോ? ഓക്കെ, താങ്ക് യു. 120. മേലാങ്കോട് ദേവക്ഷേത്രം ആർച്ചിക്കകത്ത് കയറിയിട്ടുണ്ട്. പട്ടിയുടെ അടുത്തോട്ട് പോവല്ലേ? ചിലത് കടിക്കും, പറയാൻ പറ്റില്ല. എൻ്റെ കൂട്ടുകാരനെ കടിച്ചു കേട്ടോ കഴിഞ്ഞ മാസം. അങ്ങനെ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഇഞ്ചക്ഷൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പട്ടികൾ കുരയ്ക്കണ പട്ടി കടിക്കൂലെന്നൊക്കെ പറയും ചില ആൾക്കാരൊക്കെ. കടിക്കണ പട്ടി കടിക്കും, അത് വേറെ വിഷയം. അത് കുരയ്ക്കുകയും ചെയ്യും, കടിക്കുകയും ചെയ്യും. ഓക്കെ, ഇവിടെ നിന്ന് എങ്ങോട്ട് പോകേണ്ടത്? ലെഫ്റ്റാ. ആ മുടുക്കിൻ്റെ അകത്തോ? അതുവഴിയാ? ഇതുവഴി അതല്ല, ഇതുവഴിയാ? ഇതുവഴി വണ്ടി പോകും, കുഴപ്പമൊന്നുമില്ല. അവിടെ തന്നെ
ഓ അതാര് ഞാൻ അങ്ങോട്ട് തുറക്കണ്ട കടിക്കുമല്ലോ. ഓക്കെ ശരി എന്നാൽ പുറത്തിറങ്ങിയൊരു അടിക്കൂടാ. നമുക്കും പട്ടിക്ക് നല്ല എറണമാണ്. എന്നെ എവിടെ കണ്ടാലും പട്ടി ഒടിക്കും. അതേപോലെ തന്നെ കാക്കയും എവിടെ കണ്ടാലും എൻ്റെ ദേഹത്ത് നല്ല അത് പറയണ്ടല്ലേ, നമുക്കറിയാലോ എന്താണെന്നുള്ളത്. ചോദിച്ച സ്ഥലം വിട്ടോ, ആ പട്ടി എന്തായാലും അടിക്കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷം ആപത്താണ്. നമുക്ക് ഓൺ കൊയ് വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് വിളയ്ക്കാൻ പറ്റൊരു ദിശ, ചെറിയ റോഡാണ്, ബാക്ക് ഫ്രണ്ടൊക്കെ എടുത്ത് വിളയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ വിട്ടോ. ഓക്കെ ഓർഡർ ഡെലിവേർഡ്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 43 രൂപ 30 പൈസയാണ്. ഇപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ വന്ന വഴി കൂടെ തിരിച്ച് പോകാം അല്ലേ. ഇതാണ് മേലാങ്കോട് കോവില്, മുത്തുമാരി അമ്മൻ ദേവീക്ഷേത്രം ഇതായിരിക്കും അല്ലേ. ഓക്കെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ഇറാനി റെസ്റ്റോറൻറ്റ് കരമനയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കൈമനം. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നമുക്ക് റീച്ച് ലൊക്കേഷൻ ഓഫ് ഇറാനി റെസ്റ്റോറൻറ്റ് അപ്പുറത്ത് കൊണ്ട് വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുള്ള പ്രിപ്പയറിംഗ് ആണ്, വെയിറ്റ് ചെയ്യാം. കുറച്ച് മുമ്പ് ഒരു വലിയ സംഭവം നടക്കേണ്ടായിരുന്നു. അതായത് മേലാങ്കോട് കോവിൽ നമ്മൾ ഓർഡർ എടുക്കാൻ പോയില്ലേ, പോയിട്ട് വരണ വഴിക്ക് ബാക്കിൽ നിന്ന് ഒരു ഓട്ടോക്കാർ ഭയങ്കര ഹോണടി. ഞാൻ വിചാരിച്ച് ഞാൻ വല്ല വണ്ടി സ്റ്റോപ്പായിട്ട് പോകണമെന്ന് വിചാരിച്ച് ഞാൻ വണ്ടി ഒതുക്കി സൈഡ് നിർത്തിയപ്പോൾ ഈ ആട്ടോക്കാരൻ എന്നെ നിർത്തിയിട്ട് നോക്കിക്കൊണ്ടിരിക്കണം എന്നെ. അപ്പോൾ മനസ്സിലായി എന്തോ ഒരു ഉടക്കിന് വേണ്ടി നിൽക്കുകയാണെന്നുള്ളത്. അപ്പോഴത്തേക്ക് ക്യാമറ ഓണാക്കിയപ്പോൾ ഈ പുള്ളിക്കാരൻ ബാക്കിൽ നിന്നല്ലേ കണ്ടത്, ഫ്രണ്ടിൽ കണ്ടപ്പോൾ ക്യാമറ ഹെൽമെറ്റിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരൻ മനസ്സിലായി എന്തോ സംഭവം വ്ളോഗറാണ്. അപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ചേട്ടാ എന്തിനും ഹോൺ അടിച്ച് ചോദിച്ചു. അപ്പോഴത്തേക്ക് റിപ്ലൈ ഒന്നും ഇല്ല. പിന്നെ പയ്യ പുള്ളിക്കാരൻ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ കുറേ ആട്ടോ ഓടിക്കുന്ന ഗുണ്ടകൾ നമ്മൾ സെറ്റ് ചെയ്യാത്ത കുറേ ഉണ്ട്. അതുകൊണ്ട് നോക്കി കണ്ട് വേണം നമ്മൾ ഡീൽ ചെയ്യേണ്ടത് ഇവരടുത്തൊക്കെ. ഇവരൊക്കെ എന്ത് മൈൻഡിൽ വണ്ടി ഓടിക്കുന്ന ഒരു പിടിയില്ല. എന്തിന് ഹോൺ അടിച്ച് ചോദിച്ചപ്പോൾ അതിന് റിപ്ലൈ ഇല്ല. അപ്പോൾ ബാക്കിൽ നിന്ന് ഹോൺ അടിക്കുമ്പോൾ എന്ത് കാറെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ, അതും പറയുന്നില്ല അത് വിഷയം. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്തിനാണ് ഹോൺ അടിച്ചത്, എന്തിന് വണ്ടി നിർത്തിയത്, എന്നെ ചറിഞ്ഞ് നോക്കി എന്തിനാണെന്നൊരു പിടിയില്ല. അപ്പോൾ സംഭവം എന്തോ ഒരു ഷോ കാണിക്കാൻ വന്നതാണ്. പിന്നെ എൻ്റെ വ്ളോഗിങ് ക്യാമറ കണ്ടപ്പോൾ പുള്ളിക്കാരൻ പയ്യെ സ്കൂട്ടാക്കി കളഞ്ഞു. ഓക്കെ റെഡി ആയിട്ടുണ്ട്. 9595 പൊറോട്ട ചപ്പാത്തി പനീർ ബട്ടർ മസാല. സത്യം പറഞ്ഞാൽ ക്യാമറ ഉള്ളതുകൊണ്ട് കുറേ അടുത്ത് നമ്മൾ രക്ഷപ്പെട്ട് പോവുകയാണ്. ഇല്ലെങ്കിൽ ഇവന്മാർ തലയിൽ കയറും അല്ലേ. എന്തായാലും മനുഷ്യന്മാർക്ക് ഇവിടെ വിലയൊന്നുമില്ല, ക്യാമറയ്ക്ക് വിലയുള്ളൂ. ഓർഡർ പിക്ഡ്. ഓക്കെ ആണ്, ശരി എന്നാൽ. ഓക്കെ അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കറക്റ്റ് 4.1 കിലോമീറ്റർ ദൂരമുണ്ട്. എവിടെയാണ് ലൊക്കേഷൻ? പൂജപ്പുര കഴിഞ്ഞ് മുടോൻമുകളിൽ കഴിഞ്ഞ് കുന്നപ്പുഴ പോകുന്ന വഴിക്ക് അറമട കൊങ്കളം. അപ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിമിൻ്റെ അപ്ഡേറ്റ് പറയണ്ടേ, പറഞ്ഞ് കുറേ ദിവസമായല്ലോ. അപ്പോൾ ഒരു ടീസർ ഇറക്കാനുള്ള സമയം ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ ഡയറക്ടർ. പിന്നെ പടം പറഞ്ഞത് ഓണം കഴിയും എന്തായാലും. പടം നേരത്തെ ഇറങ്ങി കൊള്ളായിരുന്നു, ഓണ സമയത്തല്ലേ, നല്ല സമയമാണ്. സംഭവം ഞാൻ അടുത്ത് പറഞ്ഞാണ് ഓണ സമയത്ത് ഇറക്കിയാൽ പോരെ എന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് BGM കുറച്ച് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനെ ഒരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായാലും ഓണം കഴിയുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ടീസർ ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ടീസറിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്, നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സംഭവം നമ്മൾ ചെറിയ റോള് മാത്രമേ ഉള്ളൂ, മെയിൻ റോള് അവരൊക്കെയാണ്, പയ്യന്മാരും ഗ്യാങ്ങുകളൊക്കെയാണ്. നമ്മൾ അതിനകത്ത് ചെറിയ വില്ലൻ റോൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. തീരെ ഹൈപ്പ് തരുന്നില്ല, എന്നാലും പടം കാണുമ്പോൾ ഒരു സർപ്രൈസ് എലമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്തായാലും. ഓക്കെ, ഇനി ഗോപ്രോ ചില സമയത്തൊക്കെ കാണിക്കുന്ന വേല ഉണ്ടല്ലോ, ദേഷ്യം വരും. നല്ല സമയത്ത് റെക്കോർഡ് ഓൺ ചെയ്യുമ്പോൾ റെക്കോർഡ് ആവില്ല, എന്തെങ്കിലും എറർ കാണിച്ച് ഇങ്ങനെ ഓഫ് ആയിക്കളാം ഓട്ടോമാറ്റിക്കായിട്ട്. നേരത്തെ അങ്ങനെയാണ് ഓഫ് ആയത്. ആട്ടോക്കാരൻ വന്ന് ഉടക്കാൻ നേരത്തെ ഓൺ ആക്കിയപ്പോൾ സംഭവം ഓണായി ഉടനെ ഓഫ് ആയിക്കളഞ്ഞു. അപ്പോഴത്തേക്ക് ആട്ടോക്കാരൻ നമ്മളെ കണ്ട് പേടിച്ചെന്ന് പറയാം ക്യാമറ കണ്ടപ്പോൾ. അങ്ങോട്ടല്ല ബാക്കിലോട്ട് ശ്രദ്ധിച്ചേ, വഴി മാറി. ഈ മാപ്പ് എന്ത് മണ്ണാങ്കട്ടി നേരെ കാണിച്ചു തോല. ലെഫ്റ്റ് ആണ് റൈറ്റ് ആണ് നേരെയാണ് പറക്കണമെന്ന് പറ, എങ്ങോട്ട് പോകണമെന്ന് പോവാം. പറക്കാൻ ചിറകില്ല, എന്നാലും പറക്കാം നിനക്ക് വേണ്ടിയിട്ട്. റൈറ്റ് പോകണം, കറക്റ്റ് കാണിക്കും. ഓക്കെ, റൈറ്റ് പോയിട്ട് നേരെ മോളിൽ കയറിയിട്ട് റൈറ്റിലോട്ട് അല്ലേ. ഇതെന്തോന്ന് എന്തൊക്കെ മെസ്സേജ് പറഞ്ഞു, എന്താണ് 1 മന്ത് Amazon പ്രൈം ആക്ടിവേറ്റ്. ആര് ചെയ്തത്? വീട്ടിൽ നിന്ന് ആരും ചെയ്താ? പൈസ പോവോ? സത്യം പറഞ്ഞാൽ നല്ല മൂഡിലായതുകൊണ്ട് ഞാൻ ഉടക്കാൻ പോയില്ല. അത് ഇല്ലെന്നുണ്ടെങ്കിൽ 2 വൃത്തിയെ കൊടുത്തേനെ. എന്താ ചോദിച്ചേനെ. ഹോൺ അടിക്കുന്നു ബാക്കിൽ നിന്ന്, കീ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഉണ്ടാക്കിയ ഹോൺ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ ബേക്കിലോട്ടാണെന്നാണ് തോന്നുന്നത്. ട്രിവാൻഡ്രം ആൾക്കാർ പുറകിലോട്ടൊന്നും പറയില്ല, ബേക്കിലോട്ടെന്ന് പറയുള്ളൂ. ബേക്കിലോട്ട് ഇംഗ്ലീഷ് മലയാളം മിക്സ് ചെയ്ത്. ഹൗസ് നമ്പർ 77 ഇവിടെ ആണെങ്കിൽ 78 ഇവിടെ തന്നെ. ഇന്ത വീട്ടിൽ ആ സൊമാറ്റാണേ. എവിടെ എത്തിയായിരുന്നു ലൊക്കേഷനിൽ? ഓക്കെ, ട്രൂ കളർ കാരണം ഭയങ്കര കഷ്ടമായിരിക്കും. അത് കോൾ ചെയ്യാൻ പറ്റണം, നമുക്ക് ഉടനെ വന്ന് നോക്കി പരസ്യങ്ങൾ. ഓക്കെ, ചുംതല്ലക്കട്ടി ജില്ലാലേ ജങ്കിട്ട് ചാടാണ്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. എവിടെ അത്? കലപ്പ കിച്ചൺ, മുടവൻമുകളിൽ പോകുന്ന വഴിയാണ്, കുഴപ്പമില്ല. റീച്ച് ലൊക്കേഷൻ ഓഫ് കലപ്പ. റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല, വെയിറ്റിംഗ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. 7807 ഇതൊക്കെയാണ്. പുട്ട് ചിക്കൻ പൊരിട്ട് 3 അപ്പമാണ് ഓർഡർ ഐറ്റം. ബേക്ക്ഡ്. ഇപ്പോൾ കൈ കാണിച്ച ആ പയ്യൻ നമ്മളെ ഫോളോവറാണ്. പുള്ളിക്ക് വന്ന് മിണ്ടാൻ ഭയങ്കര മടി കേട്ടോ. ഞാൻ കുറേ നോക്കി ഇങ്ങോട്ട് മിണ്ടോ മിണ്ടിയില്ല. ഞാൻ അങ്ങോട്ടൊരു മിണ്ടായിരുന്നു അല്ലേ. ശരി, കുഴപ്പമില്ല, പിന്നെ ആവട്ടെ. എനിക്ക് ഫോണിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തായാലും അത് കഴിഞ്ഞ് മിണ്ടാൻ നോക്കിയപ്പോൾ ഓർഡർ റെഡിയായി. ശരി, ഓക്കെ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക് റേഞ്ചിലാണ്. ഇവിടുന്ന് കറക്റ്റ് 4.5 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8:20 ആയിട്ടുണ്ട്. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല, സൂപ്പർ വൈബിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആട്ടോക്കാരെ വന്ന് ഉടക്കിയത് മാത്രം ചെറിയ നെഗറ്റീവായിട്ടൊരു ഫീലായി. പിന്നെ കുഴപ്പമില്ല, ശരിയായിട്ടുണ്ട്. ഇതുപോലെ കുറേ കാവറക്കികൾ നമ്മൾ റോഡിൽ കൂടെ കുറേ കാണും. അവരൊക്കെ നമ്മൾ കടന്നിനെ പോകണം, വേറെ വഴിയില്ല. ഈ ലോകത്ത് നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. നമ്മൾ നല്ല ആൾക്കാരെ മാത്രം ഫിൽട്ടർ ചെയ്ത് നല്ല അനുഭവങ്ങൾ മാത്രം എടുത്ത് മുന്നോട്ട് പോകുക. ചീത്ത ആൾക്കാരൊക്കെ ആ സൈഡിൽ അങ്ങ് കിണ്ടിക്കളയുക എന്ന് വേണം
പറയേണ്ടത്. ലെഫ്റ്റ് ഹാൻഡിലേക്ക് മനസ്സിലായല്ലോ. പ്രത്യേകം പറയേണ്ടത് പെണ്ണുങ്ങളടുത്താണ്, അവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇതുപോലത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ. കാരണം ഇവന്മാരൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നൊരു പിടിയില്ല. ചിലപ്പോൾ ചെറിയ ഒരു 5 രൂപയ്ക്ക് 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവന്മാർ അടിക്കാൻ വരാമെന്നുള്ളൂ ആ ടീമുകളാണ് ഇവന്മാരൊക്കെ. നമ്മളങ്ങനെ ബാക്ക് റേഷൻ പനവെള്ളത്തിട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോയ തമ്പാനൂര്. നമ്മൾ പോകേണ്ടത് SP ഗ്രാൻഡേഴ്സ്, അവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ അവിടെയാണോ? നന്ദപാലൻ. ഓക്കെ ശരി. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. നല്ല കസ്റ്റമർ, ഫുൾ സ്റ്റാർ കൊടുക്കും ഞാൻ. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ചെറിയ ഓർഡർ എന്തിനാണ് തരണം, ഇങ്ങനെ ആവശ്യമില്ല. ഡബിൾ ഓർഡർ, അപ്പം കുഴപ്പമില്ല. സംസം പാളയം ആക്സെപ്റ്റ്. ഇപ്പം ഇങ്ങനെ പോവാം, നമ്മൾ കറങ്ങിത്തിനെ പോകണമല്ലോ. ഇവിടെ നിന്ന് ചാടി കയറാൻ പറ്റുമല്ലോ. ഇത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതുവഴി കയറായിരുന്നു. പക്ഷെ അത് റോങ് സൈഡാണ്, കയറാൻ പാടില്ല. ഇങ്ങനെ ഒരു 500 മീറ്റർ കറങ്ങിയെന്ന് പറഞ്ഞിട്ട് തേഞ്ഞൊന്നും പോവില്ല വണ്ടി. ഇതെന്തോ പോലീസൊക്കെ പോകണം, അടിയായ എവിടെങ്കിലൊക്കെ. ഇത് സംഭവം ജലപീരങ്കിയാണ് കേട്ടാ. ഒരു ദിവസം ജലപീരങ്കിൽ കുളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്തോ. ഓക്കെ, വണ്ടി എവിടെ കൊണ്ടുവയ്ക്കാൻ, എവിടെ പോയി. ഇപ്പോൾ സംസ്ഥാന റെസ്റ്റോറൻറ്റ് വൈബായില്ലേ, നമുക്ക് എന്ത് രസം ഇവിടെ കാണാൻ. ഫുൾ വലിയ പ്ലാറ്റ്ഫോം ആക്കിയുണ്ട് അവിടെ. ഇവിടെ നിന്ന് ഇരിക്കാം, കഴിക്കാം, ചില്ല് ചെയ്യാം. 8805 ക്വാർട്ടർ ഷവായ പൊറോട്ട മയോണൈസ് ആയില്ലേ? റെഡി മാറി കൊടുത്താ. അപ്പം ഈ ഓർഡർ ഉണ്ടോ? 6198. ഓക്കെ, ഒന്ന് റെഡിയായി. ഒരു ഓർഡർ കിട്ടി, ഒന്ന് റെഡി ആയെന്ന് പറഞ്ഞിട്ട് റെഡി ആയില്ലല്ലോ. പക്ഷേ എൻ്റെ അമ്മോ, രണ്ടാമത്തെ ഓർഡർ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പണിയാകും മിക്കവാറും. എനിക്കിത് ട്രാൻസ്ഫർ ചെയ്തിട്ട് പോകാമല്ലോ മര്യാദയ്ക്ക്. രണ്ട് ഓർഡർ ഉണ്ട്, ഒന്ന് പിക്ക് ചെയ്ത് ഇത് റെഡി വന്നതാണ്. ചിലപ്പോൾ ആർക്കെ എടുത്ത് മാറ്റി കൊടുത്താണ്. അല്ലെന്നുണ്ടെങ്കിൽ ബില്ല് എവിടെയെങ്കിലും മാറി കിടക്കണമായിരിക്കും. 10-15 മിനിറ്റ് മുകളിലായി. നമുക്ക് ശേഷം വന്ന ആൾക്കാർക്കൊക്കെ ഉണ്ട്, നമുക്കുള്ളതില്ല. ഇതെന്തോന്നത് വന്നില്ല. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യാം. സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ഫർ ഓർഡർ എനിക്ക് തോന്നുന്നു ഈ ഓർഡർ ആർക്കും അടുത്ത് കൊടുത്തിട്ടുണ്ട്. വെറുതെ സമയം കളഞ്ഞല്ല. അതെന്തെങ്കിലും സംഭവം പീക്ക് ടൈമിൽ ഡബിൾ ഓർഡർ ആയിരുന്നു, അതിലൊന്ന് പോയി. കുഴപ്പമില്ല, പോണത് പോട്ട് അല്ലേ. പോണതൊക്കെ പോവും, വരേണ്ടതൊക്കെ വരും. ലൈഫാണ് അങ്ങനെയൊക്കെ തന്നെ. എന്നും പറഞ്ഞ് മുന്നോട്ട് പോകണം. അയ്യോ, പ്രൊമോഷൻ പറയാൻ മറന്നു കേട്ടോ. അയ്യോ, ഇപ്പോഴും ഓർമ്മ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തുതരും. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും അടങ്ങി നല്ലൊരു പാക്കേജിൽ, അതും കുറഞ്ഞ റേറ്റിൽ നല്ല സൂപ്പറായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വെറും ഇൻഷുറൻസ് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ക്ലെയിമിൻ്റെ ആവശ്യം വരാൻ നേരത്തെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ കാണും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് DM ചെയ്താൽ മാത്രം മതി, എല്ലാം സെറ്റാക്കി തരാം. അല്ല ബൈസൺ? അത്രയുള്ള ബൈസൺ പറഞ്ഞതാണ്. ഇൻഷുറൻസ് ഒന്ന് വേണ്ടപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് എപ്പോൾ അത് ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. പക്ഷേ ആവശ്യം വരാൻ നേരത്തെ നമ്മൾ ഇല്ലെന്നുണ്ടെങ്കിൽ ആ പണിയാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് പൊട്ടക്കുടിയാണ്. ഇവിടുന്ന് കറക്റ്റ് 3.3 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8:57 ആയിട്ടുണ്ട്. 9 ഇവിടുന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. മാപ്പ് കാണിക്കേണ്ടത്. ഇവിടുന്ന് കറക്റ്റ് ഒരു 400 മീറ്റർ ദൂരമുണ്ട്. നേരെ പോയാൽ മതി. വല്ലതും പറയാമെന്തോ, കാരണം ലേറ്റ് ആയില്ലേ. മറ്റേ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് സംഭവത്തിൽ റെഡിയായി പിക്കപ്പ് ചെയ്ത്. അപ്പോൾ കസ്റ്റമർ വിചാരിക്കും ഞാൻ വെറുതെ അവിടെ ചുമ്മാ നിൽക്കണം വിചാരിക്കും. അപ്പോൾ ആ ഒരു കാരണം ചോദിക്കുകയാണെങ്കിൽ കറക്റ്റായി പറയണം. പറഞ്ഞ് ക്ലാരിഫൈ ചെയ്താലേ നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലാതെ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മളെ കിടന്ന് ചീത്ത വിളിക്കാൻ ആവശ്യമില്ലാതെ. ഇത് തന്നെ വീട് അവിടെ തന്നെ തോന്നണം. കൈ കാണിക്കുന്നു ഇവിടെ അല്ലേ. ഓക്കെ, ഓർഡർ ഡെലിവറി പോവാം. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 36 രൂപ 17 മറ്റേ ഓർഡർ കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ 60 രൂപ കിട്ടിയേനെ. അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ഫ്രാപ്പ ലൂപ്പ്. അയ്യോ, ചെറിയ പേയ്മെൻ്റ് ആണ് 22 രൂപ. ശരി, കൊടു അക്സെപ്റ്റോട്. ഇങ്ങനെയാണ് അടിക്കില്ല. അടിക്കണമെങ്കിൽ ഒരു 50 രൂപയ്ക്ക് ഓർഡർ അടിച്ചതാണ്. ഭയങ്കര ബെനക്കേട്. ഇവിടെ നിന്ന് പിക്കപ്പ് 2 കിലോമീറ്റർ കാണും. പിന്നെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് ഓർഡർ എടുത്ത് കൊടുക്കുമ്പോൾ 4 കിലോമീറ്ററാണ് മൊത്തം ഓടുന്നത്. 1/2 മണിക്കൂർ മുകളിൽ പോകും മൊത്തത്തിൽ. 1/2 മണിക്കൂർ കിട്ടുന്ന 20 രൂപയാണ്. സംഭവം ഒരുപാട് ഡിലേ ആയതുകൊണ്ട് ഞാൻ ഈ ഫ്രാപ്പ ലൂപ്പിൻ്റെ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് സംസം പാളയത്ത്. ഓർഡർ ചെയ്യാൻ മതിയായിരുന്നു. റെഡിയാവും. നേരത്തെ ഓർഡർ എന്തോ പണി ആയതാണ്. എന്ത് പണിയെന്നും പറഞ്ഞുകൂടാ. ശരി, കുഴപ്പമില്ല. ഇപ്പോൾ അടിച്ചത് കുറച്ച് ലോങ് ഓർഡറാണ്. നല്ല വലിയ പേയ്മെൻ്റ് ആണ്. സന്തോഷമായിട്ടുണ്ട്. വിശപ്പ് തുടങ്ങി ലൈറ്റായിട്ട് വയറ്റിനകത്ത്. ഇന്ന് വലിയ വിശപ്പില്ല. എൻ്റെ മെയിൻ കാരണം ഉച്ചയ്ക്ക് സദ്യയായിരുന്നു. ഇന്ന് വാവായതുകൊണ്ട് വീട്ടിൽ ചോറ്, സാമ്പാർ, പരിപ്പ്, പപ്പടം, അവിയൽ, തോരൻ, 2 കൂട്ടം പായസം വെച്ച് കഴിച്ച് വേഷ അടിച്ച് കയറ്റി. സത്യം പറഞ്ഞ് കഴിച്ചപ്പോൾ ഓണസദ്യയുടെ വൈബാണ് കിട്ടിയത് എനിക്ക്. അടുത്ത ഓർഡർ ഡബിൾ ഓർഡർ ആണല്ലോ. നേരത്തെ പോലെ ആവോ. എവിടെയാണെന്ന് പറഞ്ഞാൽ മിക്കവാറും കോവളമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കഴക്കൂട്ടമായിരിക്കും. ലോങ് ഓർഡർ അല്ലേ. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്. റെഡിയായി. 4573 ഹാഫ് ഷവായ പ്ലസ് 2 പൊറോട്ട. നമ്മളത് തന്നെ. ഓക്കെ, ശരിക്കും ഓർഡർ ഉണ്ടല്ലോ സംസമില്ല. എൻ്റെ അമ്മോ, ഒന്നുകൂടെ ഉണ്ട്. ഇതുകൂടെ 9527 ക്വാർട്ടർ ഷവായ പ്ലസ് 2 പൊറോട്ട മൈനസ്. ഒന്നുമല്ല, ഓഫർ ഉണ്ടോ? എത്ര ഓർഡർ പറഞ്ഞു സംസമില്ല. ഇത് വാവല്ലേ, വെജിറ്റേറിയൻ ഇല്ലേ? ഇത്രയും നോൺ വെജ് ഓർഡർ ചെയ്യുന്ന ആൾക്കാർ. ഹിന്ദുക്കൾക്ക് മാത്രമേ വാവുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും ഇല്ല. പിന്നെ ഇപ്പോഴത്തെ വാവൊക്കെ ഉച്ചവരെ ഉള്ളൂ. വൈകിട്ടായി കഴിഞ്ഞാൽ പിന്നെ നോൺ വെജിൻ്റെ പൂരമായിരിക്കും അല്ലേ. ഓക്കെ, ഓർഡർ ബേക്ക്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് മുട്ടട. ഇവിടെ നിന്ന് കറക്റ്റ് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 9:30 മണിയായി. മുട്ടട കഴിഞ്ഞിട്ട് അടുത്ത ഓർഡർ എവിടെ നിന്നാണ് ഇവിടെ നോക്കിയാൽ അറിയാമുള്ളൂ. അത് മിക്കവാറും ക്യാഷ്വാസപരല്ലേ മണ്ണന്തല്ലേ ആയിരിക്കും. അങ്ങോട്ടേ പറയുള്ളൂ. ഈ ബ്രിഡ്ജിൻ്റെ 2 സൈഡ് ലൈറ്റ് കണ്ടാ. ലൈറ്റിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മഞ്ഞയായി. അടുത്തത് പച്ച. അടിപൊളി പൈപ്പ്. അടുത്തത് പച്ച കളർ, പിന്നെ നീലയാവും. നീല തന്നെ. നീല പോലെ പറന്ന്
ഇങ്ങനെ കളറുകൾ മാറിക്കൊണ്ടിരിക്കും. ഈ പാലത്തിന് പ്രത്യേക ഒരു സൗന്ദര്യമാണ് ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട്. നമ്മളെ ബ്ലോഗിൻ്റെ ഹൈലൈറ്റ് ആയ കാര്യങ്ങളൊക്കെ ഷോർട്സായി കട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, നല്ലപോലെ ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട്, 10,000 ആയിട്ടുണ്ട്. യൂട്യൂബ് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കുറവാണ്, എന്നാലും വ്യൂസ് കൂടുതലുണ്ടാ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. പക്ഷേ ഒരേ പ്രശ്നം മാത്രമേ ഉള്ളൂ, യൂട്യൂബിൽ റവന്യൂ ഉണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ റവന്യൂ ഇല്ല. പ്രൊമോഷൻ കിട്ടും, ആ പ്രൊമോഷൻ വെച്ച് പൈസ ഉണ്ടാക്കിക്കണം. പിന്നെ യൂട്യൂബിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കാര്യം കൊള്ളാം, അവിടെയൊക്കെ എത്ര സിനിമാ പാട്ട് യൂസ് ചെയ്താലും ഒരു കോപ്പറേറ്റ് പ്രശ്നമില്ല. അത് കൊള്ളാം കേട്ടോ. കയറി പോണേ ഓക്കെ ഓക്കെ. ആ കാണണ്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഉണ്ടാ എവിടെ നോക്കിയാൽ നമ്മൾ ആൾക്കാരാണ് ഇപ്പം എല്ലാം നമ്മളെപ്പോലത്തെ പയ്യന്മാർ തന്നെ. അല്ലെ പയ്യന്മാരെന്ന് പറയാൻ പറ്റും, സുധീഷ പയ്യല്ല, ഇപ്പം മംഗളായിക്കൊണ്ടിരിക്കുകയാണ്. 10-34 വയസ്സായി. അയ്യോ ഇവിടെ വഴിയുണ്ടോ സുധീഷ? നോക്ക്, ഡൗട്ടായിരിക്കുന്നു. ലെഫ്റ്റിലോട്ട് വഴിയുണ്ടോ? ആ ഓക്കെ ഓക്കെ. ഇവിടെയൊക്കെ മെയിൻ റോഡില്ല ഇവിടെ നമുക്ക്. ഓക്കെ, കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് പറഞ്ഞത് മാപ്പ് കാണിക്കുന്നത്. ഇവിടെയാണ് ഓർഡർ ചെയ്ത് സൊമാറ്റോ ഫുഡ്. ആ ഏഞ്ചല അഞ്ജലിയാണ്. ഓക്കെ ഓക്കെ. ഇതല്ലേ പേര്? ഇതല്ലേ? ഓ ജസ്റ്റ് മിസ്. കസ്റ്റമർ ഇപ്പം മാറി കൊടുത്തേനെ ഫുഡ്. സംഭവം കസ്റ്റമറിൻ്റെ പേര് ഈ ഓർഡർ ആളുടെ പേര് ഒരേപോലെയാണ്. ഇത് ഏഞ്ചല, അത് അഞ്ജലി. എൻ്റെ അമ്മ ഇപ്പം മാറി കൊടുത്തേനെ. ആ സൊമാറ്റോ ആണേ. ഞാൻ ഇവിടെ എത്തിയത് ലൊക്കേഷൻ ഇപ്പത്താണോ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റേ. ഓക്കെ ഓക്കെ, ശരി എന്നാൽ. ഓർഡർ ഡെലിവേർഡ്. അടുത്ത ഓർഡർ പൂജപ്പുരാണെങ്കിൽ കൊള്ളായിരുന്നു. നോക്കട്ടെ. അപ്പോൾ നമ്മൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പവടിക്കോടാണ്. ഇവിടെ കറക്റ്റ് 7.5 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 9:45 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ കൊടുത്തിരുമ്പോൾ കറക്റ്റ് ഒരു 10 മണി അടുപ്പിച്ചാവും. അതോടെ നേരെ വീട്ടിൽ പോകും. അത്ര തന്നെ, ഇന്നത്തെ ജോലി കഴിയാറായി. അടുത്ത ആഴ്ച ഒരു വെറൈറ്റി വ്ളോഗ് ഉണ്ട്. അത് ഞാൻ എന്താണെന്നുള്ളത് ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വ്ളോഗ് കാണൂല. ചുമ്മാ ഒരു ഇൻഫർമേഷൻ മാത്രമായി തരണത്. ലെഫ്റ്റ് പോയ ചെമ്പഴന്തി, നേരെ പോയ പവടിക്കോണം, അയ്യൂരുപാറ. നല്ല ഏരിയയിലെ ഒരു ചെറിയ കുളമുണ്ട്, അടുത്തൊരു കോവിലുണ്ട്. എന്ത് കോവിലിത്? ചെന്നാപൂർ ദേവീക്ഷേത്രം. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് തന്നെ. അല്ലല്ല, റോങ് ഇറ്റ്സ് വെരി റോങ് ബ്രോ. തെറ്റായ വഴിയാണ്. ഓക്കെ, ഇവിടെ നിന്ന് കറക്റ്റ് 350 മീറ്റർ ദൂരമേ ഉള്ളൂ. കസ്റ്റമർ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. നേരെ പോയിട്ട് റൈറ്റാ. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് കാണിക്കുന്നത് മാപ്പ്. ഒയ്യോ, കരിങ്കൂറ്റി ഇട്ടാണ്. അങ്ങോട്ട് വണ്ടി കൊണ്ട് കയറണം സുധീഷേ. ചെറിയ മുടുക്കുവാണ്. കയറണോ? വേണ്ട. അവിടെ വീട് സുധീഷ, അത് വീട്ടിൽ കയറാൻ നോക്കണം. ഇപ്പുറത്ത് ലെഫ്റ്റ് ആയിരിക്കുമോ? ആ ഇവിടെയാണ് പോകേണ്ടത്. അയ്യോ, നല്ല കുത്ത് കയറ്റാണല്ലോ ഇത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെയാണോ? ആ സൊമാറ്റോ ആണേ. ആ കയറ്റം കയറി നിൽക്കുകയാണ് അവിടെ. ഒരു മിനിറ്റ്. ആ അവിടെയാണോ? ഓക്കെ കണ്ടായിരുന്നു. ശരി. പട്ടി കൊണ്ട് സൂക്ഷിക്കുക. ഈ വീടിന്. ഓ ഈ വീടായിരുന്നു. ആ പെയ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ എന്നാൽ. ഓ പട്ടി ഉണ്ട് കേട്ടോ. അൽസഷനാണ്. ഫുഡ് തരാൻ നേരത്ത് കൈ അകത്തോട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞ്, കാരണം ചാടിക്കടിക്കാൻ ചാൻസ് ഉണ്ട്. ആ ശരി തന്നെ. ആ ചാടി വെളി ഇറങ്ങും സൂക്ഷിച്ച്. പാടിയാക്കണം. പെട്ടെന്ന് സ്ഥലം വിട്. ഓക്കെ വാ, വീട്ടിൽ പോവാം. സമയം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ കടി. ഓ ശരി ഗേറ്റ് അടിച്ച് പൊട്ടിക്കാന്നാൽ മതി. ഞാൻ പോകണം എന്നാ നിങ്ങൾ കുറച്ചുകൊണ്ട്. ശരി മാപ്പിട്. ഇപ്പോൾ ഇതുവഴി വീട്ടിൽ പോയി. വന്ന വഴി ഓർമ്മ ഉണ്ടോ? മറന്നില്ലേ? അല്ല ഇതുവഴി നമ്മൾ വന്നത് അല്ലല്ലോ. ശരി മാപ്പിട്ട് പോവാം. വാ, ഇതാണ് വിഷയം. ഇരുട്ടത്ത് നമുക്ക് വഴി മറന്നു പോകും. കൊള്ളാമല്ലേ ഇവിടെ തേരിയൊക്കെ. ഇവിടെയൊക്കെ ഒരു വീട് വെച്ച് താമസിക്കണം. നല്ല സൈലൻ്റ് ആയിരിക്കും. അധികം സൗണ്ടൊന്നുമില്ല, പൊല്യൂഷൻ ഇല്ല. പല റൂട്ടും കാണിക്കുകയാണ്. ഏത് റൂട്ട് പോകണം നമ്മൾ തന്നെ ചൂസ് ചെയ്യണം കേട്ടോ. മാപ്പിൽ ഒരു വഴി കാണിച്ചാൽ കുഴപ്പമില്ല, 5 വഴി കാണിക്കണം. ഇതുവഴി നമ്മൾ പോകും. എല്ലാം ഒരേ ദൂരം വായിക്കണം. അതാണ് വിഷയം. കുറച്ച് സാധനം വാങ്ങിയാണുണ്ട്. വാങ്ങിച്ച് പോയാലോ? പാല് 3 പാല്, 5 മുട്ട, പിന്നെ വന്നിട്ട് വേറെ എന്തെങ്കിലും 1/2 കിലോ പാളയം കൂടപ്പഴം. ഓക്കെ, ഇപ്പോൾ 3 പാല്, 5 മുട്ട, 1/2 കിലോ പാളയം കൂടപ്പഴം എല്ലാം കൂടെ ചേർത്ത് മൊത്തം 149 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വാങ്ങാനുള്ളത് പാമ്പേഴ്സ് ഉണ്ട്. പാമ്പേഴ്സ് പശുവിന് സ്നാക്സ് വാങ്ങാനുണ്ട് നാളെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. ഇത്ര തന്നെ തീർന്നു. ഓക്കെ, അങ്ങനെ പാമ്പേഴ്സ് വാങ്ങിച്ചുകൊണ്ട് പാമ്പേഴ്സും 4 കപ്പലിൻ്റെ മുട്ടായി. ഇതാണ് സ്നാക്സ്. ഇതൊക്കെയാണ് നല്ല സ്നാക്സ്. അല്ലാതെ ബിസ്ക്കറ്റും കേക്കും കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കൂല. എല്ലാം മൈദമാവല്ലേ. വല്ലപ്പോഴും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. കൊച്ചു കുട്ടികളൊക്കെ ഇതുപോലെ ബിസ്ക്കറ്റും കേക്കും ബണ്ണൊക്കെ കഴിക്കണം കുറച്ചിട്ട് കപ്പലിൻ്റെ മുട്ടായി, പയറ്, കടല ഇതുപോലത്തെ ആഹാരം കഴിച്ചാൽ നല്ലതാണ്. നല്ല സ്ട്രെങ്ത്തുമാണ്, പിന്നെ ഹെൽത്തിയാണ്. പക്ഷെ എല്ലാ പിള്ളേരും കഴിക്കുമല്ലോ, അതല്ലേ വിഷയം. ചില പിള്ളേരൊക്കെ വേണ്ടെന്ന് പറഞ്ഞു കളയും, ഇതൊന്നും ഇഷ്ടമല്ലെന്ന് പറയും. ഓക്കെ, വീട്ടിലേക്ക് വന്നാച്ച്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചോറ്, തോരൻ, അച്ചാറ്, മുട്ട ഓംലേറ്റ്, സാമ്പാർ, ഒരു പപ്പടം. കഴിക്കാം. കാമോൺ. സാമ്പാർ അത്രേ ഉള്ളൂ, ബാക്കിയല്ലേ? നല്ല സാമ്പാറായിരുന്നു. എല്ലാവരുടെ വിശപ്പിന് വേണ്ടി നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്ത്. ഇപ്പോൾ എൻ്റെ വിശപ്പിന് വേണ്ടി ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എല്ലാ വിശപ്പി ഒന്നും പറയാനില്ല എനിക്ക്. എന്തൊക്കെയോ പറഞ്ഞു വ്ളോഗ് ചെയ്യണം, എനിക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ്. അത് ഫോട്ടോ, എൻ്റെ ഫോട്ടോ, എൻ്റെ കല്യാണ ഫോട്ടോ. ഈ ലെവലിലാക്കിയാ അത് കലണ്ടറിലുള്ള ഫോട്ടോ ആയിരുന്നല്ലേ. കഴിക്കണ. ആദ്യം ഒരു വലിയ പീസ് മുട്ട എടുക്കുക, ചോറിൻ്റെ പുറത്ത് വയ്ക്കുക. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഒരു ഉരുണ്ട എടുത്ത് ഉരുട്ടിയെടുത്ത് കവർ ചെയ്ത്
പോയി സൂപ്പർ. തട്ട് വശക്ക് സാമ്പാർ, ഓംലെറ്റ്, അതുപോലെ ചോറായിപ്പോയി, ദോശയിൽ പോലെ. സൂപ്പർ അടിപൊളി. അത്ര തന്നെ, വേറൊന്നും പറയാനില്ല. എൻ്റെ സമയം ഇനി വളവള പറഞ്ഞാൽ പോലടിച്ചോ. പറഞ്ഞാലേ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്, കഴിക്കേണ്ടത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. നേരത്തെ നാളെ സ്കൂളിൽ പോകണം കേട്ടല്ലോ. നേരത്തെ ഉറങ്ങണം, നേരത്തെ കഴിക്കണം. ഭയങ്കര മടി രാവിലെ ഇരിക്കുക അല്ലേ. ജീവിതത്തിൽ എന്ത് കഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടാലും കുറച്ച് നേരം തെണ്ടി അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആക്കുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പേജി കട്ടൊക്കെ നിൽക്കണം. ശബു